രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നവരോട് സ്കൂൾ വരെ പോവാ. പഠിക്കാനല്ല കേട്ടോ, പഠിപ്പിക്കാനാ. പ്രായം കണ്ട ചർമ്മം കണ്ട പ്രായം തോന്നിക്കാത്തതുകൊണ്ട് സ്കൂളിലൊക്കെ പോകാമല്ലോ. ഞാനവിടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ, ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. PSC എഴുതി കിട്ടുകയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാനാ, കഴിവുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് പ്രയോഗിക്കാത്തതുകൊണ്ട് ഡെയിലി വേജസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിവേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ആലോചിച്ചത്. സ്കൂളിൽ ചെന്ന് കുട്ടികളോട് ലിപ്സ്റ്റിക് ഇടരുതെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഇടും, ഒരു മനസ്സുഖം. വാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കെട്ടി, കാരണം ബെല്ലടിച്ചാലും എല്ലാവരും ഇറങ്ങിപ്പോകണം. ഇതിനിടയ്ക്ക് ഒരു ചെറിയ അടിയിടിയും ബഹളമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, കാരണം കുഞ്ഞിന് ഇന്ന് സ്കൂളില്ലായിരുന്നു. അതുകൊണ്ട് അവളെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അമ്മയുടെ അടുത്താക്കിയത്. തിരിച്ചു വന്ന് വണ്ടി കയറി, വണ്ടിക്ക് അങ്ങ് കാണിക്കാൻ പറ്റാത്ത പരുവത്തിൽ കിടക്കുക. എന്തായാലും അതുകൊണ്ട് ആദ്യം ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഹായ് ശുഭ. നേരെ ബ്ലോക്കിൽ പെട്ട് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും പെട്ടെന്ന് ബ്ലോക്ക് മാറി. ഒരു 9 മണിയായെങ്കിലും ചെറിയ മഞ്ഞുണ്ട്, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. വേഗം സ്കൂളിലെത്തി സ്റ്റാഫ് റൂമിൽ ചാടി കയറി ചെന്നു, ടെക്സ്റ്റൊക്കെ എടുത്ത് വെച്ച് സെറ്റായി. ഒരു സെൽഫിയൊക്കെ എടുത്ത് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ അതാ പുറകിലൊരു പുഷ്പം. സ്റ്റാഫ് റൂമിൽ ഇടഞ്ഞ വേളകളിൽ സാധനകരമാക്കാൻ ഞങ്ങൾ ലഡു, സമൂസ ഇതൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലാസ്സിലോട്ട് അതൊക്കെ കഴിഞ്ഞ് പോയി. അതൊക്കെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലോട്ട് തിരിച്ചു. പോകുന്ന വഴി കുറച്ച് മീനും മാനും ഒക്കെ മേടിച്ചു. വീട്ടിൽ വന്ന് കുറച്ച് പട്ടിഷയൊക്കെ ഇറക്കി. അപ്പോൾ തന്നെ സമയം പോയി. അപ്പോൾ തന്നെ ജിമ്മിലോട്ട് ഇറങ്ങി. അവിടെ ചെന്ന് കുറച്ച് പിള്ളേരെ വെറുപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സമാധാനം.